അടുത്ത ക്വസ്റ്റ്യൻ കാൻഡിലിവർ ബീമിലെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ. ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിൻറ്റ് സി ഫോർ ദി കാൻഡിലിവർ ബീം ഇൻ ദ ഫിഗർ. അപ്പോൾ പോയിൻറ്റ് സിയിലുള്ള ഡിഫ്ലക്ഷൻ നമ്മൾ എപ്പോഴും ഓർത്തിട്ടുണ്ട്. കാൻഡിലിവർ ഫ്രം ലെഫ്റ്റിൽ നിന്ന് ട്രാവൽ ചെയ്യണം. പോയിൻറ്റ് സിയിൽ ഡിഫ്ലക്ഷൻ ചോദിച്ചാൽ നമ്മൾ സിയിലൊരു യൂണിറ്റ് ലോഡ് മെത്തേഡുണ്ട്. യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യണം. എവിടെയാണോ ചോദിക്കുന്നത് അവിടെ യൂണിറ്റ് ലോഡ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കോളം എഴുതി വെക്കണം. എന്തൊക്കെയാണ് കോളം? സെഗ്മെൻറ്റ് അല്ലേ, സെഗ്മെൻറ്റ്, പിന്നെന്താ ഒറിജിൻ, ഒറിജിൻ, പിന്നെ ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം അല്ലേ. ഒറിജിൻ, സെഗ്മെൻറ്റ്, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം. അപ്പോൾ ഈ ക്വസ്റ്റിൽ എത്ര സെഗ്മെൻറ്റ്? എ സി എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഉണ്ട്, സി ബി എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സെഗ്മെൻറ്റ് ഏതൊക്കെയാണ്? രണ്ട് സെഗ്മെൻറ്റ്, എ സി, സി ബി. അപ്പോൾ സെഗ്മെൻറ്റ് എയുടെ ഒറിജിൻ എവിടെ? എ തന്നെ ആയിരിക്കും. സി ബി സെഗ്മെൻറ്റ് ഒറിജിൻ സി ബി ആണ് സെഗ്മെൻറ്റ്, അപ്പോൾ സി തന്നെ ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് എഴുതുമ്പോൾ എ ആയിരിക്കും 0. എ സി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് എ 0 ആയിരിക്കും. അപ്പോൾ സി ഇവിടെ എത്ര? 3, 0 to 3. ഇനി സി ബി നോക്കേ. സി ബി നോക്കുമ്പോൾ സി ബി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സിയിൽ എവിടെയാണോ ഒറിജിൻ എപ്പോഴും 0 അല്ലേ കൊടുക്കുന്ന സിയിൽ. അപ്പോൾ 0 to B വരെ 3 ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എം കണ്ടുപിടിക്കണം. മൊമെൻറ്റ് ഓഫ് ദി റിയൽ ബീം. നമ്മളെങ്ങനെ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു റഫ് സ്കെച്ച് എപ്പോഴും ആദ്യം നമ്മൾ വരച്ചിടണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. പിന്നെ നമ്മൾ അത്രയും നല്ല ഒരു രീതിയിലെത്തുമ്പോൾ പിന്നെ നമുക്ക് താനേ ഒരു ഫിഗറൊക്കെ മതി. ആദ്യം നമ്മളിങ്ങനെ വരച്ച് വെച്ച് ചെയ്താലേ പ്രാക്ടീസ് ആയാലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 20 kN ആക്റ്റഡ് അറ്റ് എ സി. അപ്പോൾ ആദ്യ സെഗ്മെൻറ്റ് എ സിയുടെ സെക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ എ സി നോക്കുമ്പോൾ എ സി മാത്രമേ നോക്കാവൂ കേട്ടോ. അപ്പോൾ എ സിയിൽ സെക്ഷൻ എടുത്തു. അപ്പോൾ മൊമെൻറ്റ് ഓഫ് എ സി നോക്കാം, ക്യാപിറ്റൽ എം ഓഫ് എ സി. അപ്പോൾ സെക്ഷനും എ വരെ എക്സ് ഡിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ ലോഡ് 20 അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആകുമ്പോൾ മൈനസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്പറിനുണ്ട്. അപ്പോൾ 20 × x എന്ന് കിട്ടി അല്ലേ എ സിയുടെ. അപ്പോൾ എ സിയിൽ എന്താ 20x. അതേപോലെ നമ്മൾ ബി സിയുടെ എടുക്കാം. ബി സിയുടെ സെയിം ഇതേ ഒരു കാൻഡിലിവർ വരയ്ക്കുക അല്ലേ. എയിൽ 20 kN. അപ്പോൾ ബി സി സെക്ഷനിലായിരിക്കണം നമ്മളുടെ ഏതാ സെക്ഷൻ എടുക്കേണ്ടുള്ളത്. ഓക്കെ, ബി സി സെഗ്മെൻറ്റിൽ തന്നെ ആയിരിക്കണം നമ്മൾ സെക്ഷൻ എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, സിയിൽ നിന്നും ഈ സെക്ഷനിൽ നിന്നും അല്ലേ സി വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ബി സി നമ്മൾ സി അല്ലേ ഒറിജിൻ എടുത്തത്. അപ്പോൾ ഈ സി 0 to x ആയിരിക്കണം. നമ്മളുടെ ഇവിടം വരെ മാത്രമാണ് എക്സ് ഉള്ളത്, ഈ സെക്ഷനിൽ നിന്നും സി വരെ ഉള്ള. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ അറിയാം സി തൊട്ട് എ വരെ എത്ര? 3 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി. ഇവിടെ സെക്ഷൻ സി ബിയുടെ എടുക്കുമ്പോഴത്തേക്ക് സെക്ഷനിൽ നിന്നും സി ആണ് ഒറിജിൻ വരെ എക്സ് ആകണം. ഇനി മൊമെൻ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോഡ് എവിടെയാണോ ഉള്ള ആ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ 3 + x അല്ലേ നമ്മളുടെ സെക്ഷൻ്റെ ഡിസ്റ്റൻസ്, 3 + x. അപ്പം 20 × 3 + x ആണ് നമ്മളുടെ സെക്ഷൻ്റെ ഈ സി ബിയുടെ മൊമെൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ എം കണ്ടുപിടിക്കണം. സ്മോൾ എം എപ്പോൾ യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്ത ബീമിൻ്റെ ആയിരിക്കും സ്മോൾ എം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു ബീം വരയ്ക്കണം, വീണ്ടും ഒരു ബീം വരയ്ക്കണം. അതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ എവിടെയാണോ ഡിഫ്ലക്ഷൻ ചോദിക്കുന്ന അവിടെ യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യണം. ആ യൂണിറ്റ് ലോഡ് മാത്രമേ വരയ്ക്കാവൂ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ലോഡും വരയ്ക്കേണ്ട ആവശ്യമില്ല. സെഗ്മെൻറ്റ്സ് എത്രയുണ്ടോ അത്രയും സെഗ്മെൻറ്റ്സ് അടയാളപ്പെടുത്തുക. അപ്പം യൂണിറ്റ് ലോഡ് ഡിഫ്ലക്ഷൻ അറ്റ് പോയിൻറ്റ് സിയിലാണ് ചോദിച്ചത്. അപ്പോൾ അവിടെയാണ് നമ്മൾ 1 kN യൂണിറ്റ് ലോഡ് ആഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി എന്നിട്ട് വീണ്ടും സ്മോൾ എം ഓഫ് സി കണ്ടുപിടിക്കണം. എത്ര? സി സെക്ഷൻ എടുത്തു, സെക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എക്സ്. ഇവിടെ ഉണ്ടോ ഫോഴ്സ്? ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോഴ്സും ഇല്ല, സെക്ഷൻ അപ്പുറത്ത് ഒരു ഫോഴ്സും ഇല്ലാത്തതുകൊണ്ട് മൊമെൻറ്റ് 0. ഇനി വീണ്ടും എടുക്കുക. അടുത്ത സി ബിയുടെ കണ്ടുപിടിക്കുക. ഈ 1 kN ഫോഴ്സ് വന്നപ്പോൾ ഉള്ള മൊമെൻറ്റ് സി ബിയിൽ ശ്രദ്ധിക്കുക. സി തൊട്ട് ആ സെക്ഷൻ വരെ എക്സ് ബാക്കി 3. അത് നോക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. സ്മോൾ
ബി സി അല്ലേ, സി ബി ഓർ ബി സി. അപ്പോൾ അവിടുത്തെ സെക്ഷൻ എത്ര, 1 ഇൻറ്റു എക്സ്. 1 ഇൻറ്റു എക്സ് എന്താ, എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ എം എ സിയുടെ സീറോയും ഇവിടുത്തെ എക്സും ആയി മാറി. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2 സെഗ്മെൻറ്റ്സ് ഉണ്ടായിട്ട് Δ1 പ്ലസ് Δ2. Δ1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ സിയുടെയാണ്, ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം ഇൻറ്റു ഇ ഐ ഡി എക്സ് പ്ലസ് പിന്നെ സി ബിയുടെ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ ഇ ഐ ഡി എക്സ് ചെയ്യണം. അപ്പം എ സിയുടെ എത്ര ലിമിറ്റ്, 0 to 3, ക്യാപിറ്റൽ എം 20x സ്മോൾ എം 0 ബൈ ഇ ഐ ഡി എക്സ് പ്ലസ് സി ബിയുടെ ലിമിറ്റ് എത്ര ആടോ, 0 to 3, ക്യാപിറ്റൽ എം 20 ഇൻറ്റു 3 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ബൈ എ. അപ്പോൾ ഇത് 0 ആകുമ്പോൾ എന്തായാലും ഈ ടേം ഫുൾ 0 ആയി മാറും അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 3 3 2 6, 16 പ്ലസ് അല്ലേ, 16 പ്ലസ് 20x അല്ലേ, 3 2 6, 16x പ്ലസ് അല്ലേ 20 എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ ഇ ഐ ഇൻ്റഗ്രൽ 3 to 0 to 3. ഇൻ്റഗ്രേറ്റ് ചെയ്തേ 16x സ്ക്വയർ ബൈ 2 പ്ലസ് 20x ക്യൂബ് ബൈ 3, 1 ബൈ ഇ ഐ കോമൺ എടുക്കുക, ലിമിറ്റ് 0 to 3. അപ്പം ഈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 3 ഇട്ട് കൊടുക്കണം അല്ലേ. 3 ഇട്ട് കൊടുക്കുമ്പോൾ നോക്കി 1 ബൈ ഇ ഐ ഞാൻ കാണിച്ചു തരാം, വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുക്കുക. 16 ഇൻറ്റു 3 സ്ക്വയർ 9 ബൈ 2 പ്ലസ് 20 ഇൻറ്റു 3 ക്യൂബ് 9 3 27 ബൈ 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 415 ബൈ ഇ ഐ എന്ന് കിട്ടും ഫൈനൽ ആൻസർ, 450 ബൈ എ. ഇപ്പോൾ സ്റ്റെപ്സ് എല്ലാം മനസ്സിലായല്ലോ. ലിമിറ്റ് ഇട്ട് കൊടുക്കുക, എപ്പോഴും ഓർക്കുക സെഗ്മെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടെ അതിലെല്ലാം കൂടെ ഡിഫ്ലക്ഷനാണ് ആഡ് ചെയ്യേണ്ടത്. ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ് അല്ലേ, സി ചോദിച്ചാൽ എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ടോ അത്രയും സെഗ്മെൻറ്റ്സിന് ഡിഫ്ലക്ഷൻ ആഡ് ചെയ്യുക.